പിന്നെ രാവിലെ മുതല് എത്ര കാശ് ചെലവായി കാണും? എന്താ ചോദിച്ചേ? ചുമ്മാ ഒന്ന് പറ. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ചെലവായി കാണും. ഓ, ഈ ചെലവിനെ നീ എങ്ങനെ ബാലൻസ് ചെയ്യും? അത് ഞാൻ നോക്കിയോളാം. എങ്ങനെ? ബാങ്കില് പേഴ്സണൽ ലോൺ എടുത്ത് ഒരു 1 ഇയർ EMI കിട്ടും, അങ്ങനെയല്ലേ? അല്ല, നീ എത്ര സമയം ചോദിച്ചത്? എന്തിന്? അല്ല, ജീവിതത്തിൽ സെറ്റിൽ ആകണമെന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ ഒരു 4-5 വർഷത്തില്. നീ പറഞ്ഞതുപോലെ 4-5 വർഷത്തിൽ സെറ്റിൽ ആയെങ്കിൽ സൂപ്പർ. ആയില്ലെങ്കിലോ? അല്ല, ഇപ്പൊ എനിക്ക് 24 വയസ്സായി. ഇനി 4-5 വർഷം കഴിഞ്ഞ 29. ഇപ്പൊ ഞാൻ സ്റ്റൈലായിട്ടില്ലേ? അപ്പൊ ഞാൻ ആന്റിയാ. പിന്നെ ആരെന്നെ കെട്ടിക്കൊണ്ട് പോവാനാ? എന്തിനാ നീ ഇങ്ങനെ എല്ലാം നെഗറ്റീവായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? കുറച്ചെങ്കിലും പോസിറ്റീവായിട്ട് ആലോചിക്കുക. ശരി, നീ പറയുന്ന പോലെ പോസിറ്റീവായിട്ട് എന്നെ ആലോചിക്കാം. ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുന്നു വെച്ചോ. കല്യാണം എവിടെ വെച്ച് നടത്താം? നല്ല ഗ്രാൻഡ് ആയിട്ട് റിച്ച് ആയിട്ട് ചെയ്യണ്ടേ? ഒന്നെങ്കിൽ താജ് ഹോട്ടൽ, അല്ലെങ്കിൽ പാർക്ക് ഹോട്ടൽ. മനസ്സിലായി. ആ റേഞ്ചിൽ പോകാൻ പറ്റില്ലല്ലേ? കുറച്ച് കുറവായിട്ട് ഏതെങ്കിലും കല്യാണ മണ്ഡപത്തിൽ വെക്കാന്ന് വെച്ചോളൂ. അതിനും ചെലവുണ്ടല്ലോ. മണ്ഡപം, ഇൻവിറ്റേഷൻ, ഡ്രസ്, ആഹാരം, ഓർക്കസ്ട്ര. കല്യാണത്തിന് മുമ്പ് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പാർട്ടി, നിന്റെ ഫ്രണ്ട്സിന്റെ പാർട്ടി, ആഫ്റ്റർ മാരേജ് പാർട്ടി. എങ്ങനെയും ഒരു 15 ലക്ഷം ചെലവാക്കണം. ഈ 15 lakhsന് നീ എന്ത് ചെയ്യും? ഇന്ന് 1 ലക്ഷം ചെലവാക്കിയെന്ന് തന്നെ നീ ഒരു വർഷം മുഴുവൻ EMI പേ ചെയ്യണം. 15 lakhsന് 15 years EMI പേ ചെയ്യണം. കല്യാണം എന്ന് പറയുന്ന ഈ 2 ദിവസത്തെ കൂത്തിന് നീ 15 വർഷം പാടുപെടണം. വല്ല ആവശ്യമുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് നീ എന്റെ അടുത്ത് സംസാരിക്കുന്നതിനേക്കാളും ബാങ്കുകാരോട് സംസാരിച്ച് നിന്റെ തൊണ്ട പൊട്ടും. ശരി ശരി, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമുക്ക് എന്തിനാ ഈ ആവശ്യമില്ലാത്ത ചെലവാക്കാൻ? കല്യാണത്തിന് വളരെ സിമ്പിൾ ആയിട്ട് കൊച്ചൊരു അമ്പലത്തിൽ നടത്താം. ഈ EMI ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. കല്യാണ കാര്യം ഓക്കെ. ഹണിമൂൺ? കല്യാണം വളരെ സിമ്പിൾ ആയിട്ട് നടത്തി കഴിഞ്ഞു. അപ്പൊ ഹണിമൂൺ എങ്ങനെയാ? സ്വിറ്റ്സർലാൻഡിലാ കൊണ്ടുപോകാൻ പോണ? അതും സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. വീടെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ചേരിയില് 10 റൂം അല്ലേ കാർത്തിക്? എന്തിനാ വെറുതെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നത്? ആഫ്റ്റർ മാരേജ് നല്ലൊരു വീട് തന്നെ നോക്കാം. നോക്കാലോ, ഒരു നല്ല വീട് തന്നെ നമുക്ക് നോക്കാം. പക്ഷെ മിനിമം 15,000 എങ്കിലും വാടക കൊടുക്കണ്ടേ? വീട്ടു വാടക 15,000. അതും അല്ലാതെ പാല്, പച്ചക്കറി, തേങ്ങ, മാങ്ങ, കറണ്ട്, വെള്ളം, ഇങ്ങനെ ഇനിയൊരു 15,000 ആവില്ലേ? വലുതായിട്ടൊന്നും ചെയ്യാതെ ഒരു സാധാരണ രീതിയിൽ ജീവിക്കാൻ തന്നെ മാസം 30,000 രൂപ വേണം. നീ വാങ്ങുന്ന ശമ്പളം വെച്ച് നമുക്ക് 15 ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. സോ അത് ബാലൻസ് ചെയ്യാൻ നീ ഓടണം, മറ്റൊരു വശം ഞാൻ ഓടണം. മാരേജ് ലൈഫ് മിഷൻ ലൈഫായിട്ട് മാറും. അതോടെ കഴിഞ്ഞോ? 1 വർഷത്തിനുള്ളിൽ നമുക്ക് കുട്ടികളാവും. അതും നീ എന്നെ സ്നേഹിക്കുന്നത് നോക്കുമ്പോ അതിന്റെ അടുത്ത വർഷം തന്നെ ഒരു കൊച്ചും കൂടി. അവരെ വളർത്തണം, നല്ലപോലെ പഠിപ്പിക്കണ്ടേ? നീ കോർപ്പറേഷൻ സ്കൂൾ മതി എന്ന് പറയും, ഞാനോ കോൺവെന്റ് തന്നെ വേണോന്ന് പറയും. അന്ന് നമ്മുടെ ഈ സ്നേഹം അവിടെ വെച്ച് അവസാനിക്കും കാർത്തിക്. പണമില്ലെങ്കിൽ കൂടി നമുക്കൊക്കെ ജീവിക്കാം. പക്ഷെ സ്നേഹമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. ജീവിച്ചോ, പണം ഇല്ലാതെ നീ തന്നെ ജീവിച്ചോ. എന്നെ കൊണ്ട് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പണം മാത്രമാണ് ജീവിതം? സംശയം എന്താ? പണം തന്നെയാണ് ലൈഫ്. എന്റെ വശം ന്യായം പറയാൻ ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കരുത് കാർത്തിക്. 24 വർഷം ഈ മിഡിൽ ക്ലാസ് ജീവിതം ഞാൻ ജീവിച്ചു. ഇനി മുതലെങ്കിലും എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ പോഷായിട്ട് ജീവിക്കണം കാർത്തിക്. 10 വർഷം ജീവിച്ചിട്ട് വിഷമത്തോടെ പിരിയുന്നതിലും നല്ലത് 10 നിമിഷം പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചിട്ട് സന്തോഷമായിട്ട് പിരിയാൻ കാർത്തിക്. നീ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ല അല്ലേ? ഞാൻ നിന്നെ സ്നേഹിച്ചത് സത്യം തന്നെയാ. പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം ആകെ തളർന്നു പോയി. സോ പ്രാക്ടിക്കലായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അല്ല ഐഷു, നീ എനിക്ക് കുറച്ച് സമയം തന്നു നോക്ക്. ഞാൻ തീർച്ചയായിട്ടും 4-5 കൊല്ലത്തിലൊരു നല്ല കുട്ടിക്ക് പറയുന്ന പോലെ ഞാൻ നിന്നോട് പറയുന്നത്. തന്നെയും പെണ്ണീ നീ ഒന്നും എന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന. നീ ശരിക്കും എന്നെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ, എന്റെ നല്ലതിന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ദയവേത് എന്നെ വിട്ടേക്ക്. ഐഷു, ഗോഡ്, സോറി ഐഷു, ഡീസൽ തീർന്നു അതാ. നീ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഐഷു, 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 നീ വണ്ടിയിലിരിക്കും ഐഷു, ഞാൻ പോയി ഡീസൽ വാങ്ങിച്ചോണ്ട് വരാം. പ്ലീസ് ഐഷു, ഞാൻ വേഗം തന്നെ വരാം. വണ്ടിക്കകത്ത് സോറി ചേട്ടാ, വണ്ടിയിൽ ഡീസൽ തീർന്നു പോയാ. ഇല്ലെന്നോ? തന്റെ കയ്യിലിരിക്കുന്നത് ബെൻസ് വണ്ടിയാണല്ലോ, വണ്ടി എടുക്കണോ? ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കേട്ടാ, വണ്ടി സൈഡിലോട്ട് ഒതുക്കാം. ഐഷു, നിന്റെ ഫോണും തരാവോ? ആർക്കാ നീ ഇപ്പൊ കോൾ ചെയ്യാൻ പോന്നെ? നിന്റെ ശബ്ദം കേട്ടാ തന്നെ എല്ലാവരും പേടിച്ചോടും. വലിയ കാര്യത്തിൽ നീ പറയുന്നുണ്ടായിരുന്നല്ലോ, എനിക്ക് ഒരു കുറവും വരുത്താതെ എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന. ഇപ്പൊ സമയത്രേ 3 മണി. ഇപ്പൊ തന്നെ നീ വാഷ് ഔട്ടായി. ഇത്രയേ ഉള്ളൂ നീ. എന്റെ ആഗ്രഹത്തിനൊത്ത ഒരു ജീവിതം നിന്നെ കൊണ്ട് എനിക്ക് ഒരിക്കലും തരാൻ പറ്റില്ല കാർത്തിക്. മനസ്സിലായോ? പിടിക്ക്. ഡീസൽ ഒഴിച്ച് അയാൾക്ക് വണ്ടി കൊണ്ടു കൊടുക്ക. Hi, thank you for coming. They all have come. Yeah. Let's get it. Let's get it. Let's get it. Let's get it. Let's go. Let's get it. Let's get it. Let's get it. Let's get it. Let's go. He's a business part. I see. ഐഷു, എടി കാർത്തിക്. എവിടെ? ഹായ്. ഞാനിപ്പോ വരാം. ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? അർജുൻ, ഇത് ഐശ്വര്യയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു. ഐശ്വര്യ, ദിസ് ഈസ് ഫോർ യു. ഓക്കേ. You good? സോറി. എവിടെയാടി വീണ? What, ma'am? Huh? അവിടെ ഉണ്ട്. അവനോട് പോയി. എനിക്കറിയില്ലടി. ഇവിടെ
ഐഷു Thanks for coming. കൺഗ്രാറ്റുലേഷൻ, ഓൾ ദ ബെസ്റ്റ്. ബോസ് നമസ്കാരം, ഞാൻ ഐശ്വര്യയുടെ ഫ്രണ്ടാ കാർത്തിക്. ഹായ്. നല്ല തങ്കപ്പെട്ട സ്വഭാവ ബോസ്, നിങ്ങൾ ഭാഗ്യവാനാണേ. ഫോട്ടോഗ്രാഫർ എടുത്തോ. ഓൾ ദി ബെസ്റ്റ് ബോസ്. താങ്ക് യു. ഇതാ ഐഷു, എന്നാ വരട്ടെ. ശരിയാണ്. താങ്ക് ഗോഡ്.